രണ്ട് സൈഡിലടിച്ചു കേട്ടോ. ഇവിടെ കിട്ടും നേരത്തിന് അട്ട അട്ട ചെവി പോയി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മത്തഞ്ചാൻ്റെ വീട്ടിൽ പോയതും തങ്കഞ്ചാൻ്റെ വീട്ടിൽ പോയി അവിടെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടു അവിടെ ആന വന്നിരുന്നു. ആന വരിക മാത്രമല്ല, നമ്മൾ അലാം വെച്ച സ്ഥലത്ത് അടിച്ചതുകൊണ്ട് ആന മറ്റ് സ്ഥലത്തോടെ വന്ന് സംഭവമൊക്കെ മത്തഞ്ചാൻ്റെ വീട്ടിൽ കണ്ടു. മാത്രമല്ല നമ്മുടെ തങ്കഞ്ചാൻ്റെ വീടിൻ്റെ ഒരു സൈഡ് മാത്രമേ ഈ അലാം സിസ്റ്റം ഉള്ളൂ. അപ്പോൾ മറ്റേ സൈഡും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ മത്തഞ്ചാൻ്റെ വീടിൻ്റെ രണ്ട് വശങ്ങളും ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത്, അതായത് ആന ഇനി വരാൻ ചാൻസ് ഉള്ള ആ ഒരു പ്രദേശത്ത് നമ്മളൊരു രണ്ട് അലാം സിസ്റ്റം മത്തഞ്ചാൻ്റെ വീട്ടിലും ഒരെണ്ണം തങ്കഞ്ചാൻ്റെ വീട്ടിലും വെക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതിൽ അങ്ങനെ ടോട്ടൽ 3 ഡിവൈസാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് സ്പോൺസർ കിട്ടിയാണ്. നമുക്ക് അത് സ്പോൺസർ തന്നിരിക്കുന്നത് ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടൻ സൗദിയിൽ സെറ്റിലാണ്. അദ്ദേഹം നമ്മുടെ വീഡിയോ കണ്ട് അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു, അവർക്ക് ആവശ്യമുള്ള അലാം സിസ്റ്റം ഞാൻ സ്പോൺസർ ചെയ്യാം, അപ്പോൾ നിങ്ങളത് അവർക്ക് ചെയ്ത് കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ആ ചേട്ടൻ നമുക്ക് സ്പോൺസർ ചെയ്യായിരുന്നു. അപ്പോൾ വിനോദ് ചേട്ടന് 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായാലും നമ്മളിന്ന് ഈ 2 സ്ഥലത്തും ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഞാനും ജിഷോയും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ 2 സ്ഥലത്തും കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. മാത്രമല്ല നമ്മുടെ ക്യാമറയും ഇവിടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കതെങ്ങനെയും ഒരു ഈ ഡിവൈസിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനായിട്ട് വേണ്ടിയാണ് നമ്മളിത് വെക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ രാത്രി കാഴ്ചകൾ എന്താണെന്ന് അറിയാലോ എന്തെങ്കിലും വരുമ്പോൾ. അതെ, രാത്രിയിലത്തെ ഒരു അവസ്ഥ, ഇവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒന്ന് മനസ്സിലാക്കാമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ. നമ്മൾ യാത്ര തുടങ്ങിയില്ല, അതിന് മുന്നേ തുടങ്ങി കേട്ടോ. ആ മതി. നല്ല മരുന്ന് സാനിറ്റൈസർ അതും കൂടി പറഞ്ഞു. ആരെങ്കിലും എന്താ അതിന് വിട്ടുപോകാനും മടി, അത് കുടിച്ച് പൂസായി കിടക്കുകയാണ്. എൻ്റെ മോനെ അത് പോകുന്നില്ലടാ. തോണ്ടടാ ഞാൻ അടിച്ച് എൻ്റെ അടുത്തുകൊണ്ടിരിക്കും. ആ ചാകുന്നില്ലല്ലേ? ചാവുട്ടിയാണെന്ന് ചാവില്ല. ഇത് അട്ടയത് അത് മതി. അങ്ങനെ അടിച്ചിട്ട് കാര്യമില്ലടാ. ഇത് മണത്തിലല്ല പോകുന്നത്, ആൽക്കഹോളാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കിൻ്റെ ചേട്ടന് ഇവിടെ അത് വെക്കാനായിട്ടുള്ള മരമൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെടാ. പിന്നെ ഓക്കെയാണ്. നമ്മൾ ഈ റോഡിൻ്റെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വഴിക്ക് വെള്ളം കയറിയാൽ അടിച്ചോളൂ അല്ലേ? കഴിഞ്ഞോട്ട് ഇങ്ങനെ ഇറങ്ങി, അത് അങ്ങനെ ഇറങ്ങിയതാവും അല്ലേ? അങ്ങനെ അവിടുന്ന് വന്നേ, ആ വന്ന് വന്നേ. തെങ്ങ് കിടക്കാം. അലാറത്തിൻ്റെ അടുത്തേക്ക് പോയാവാന? അലാറത്തിൻ്റെ അടുത്തേക്ക് പോയാ? അവിടുന്ന് അടിച്ചിട്ടില്ല അങ്ങോട്ട് പോയി. ഓ അതെയോ? തെങ്ങ് കിടക്കുന്നത് ആ ദേഷ്യത്തിന് പോയിട്ട് ആ തെങ്ങ് ഞാൻ വീണ്ടാവുക. ഇങ്ങനെ വന്നേ. നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മരത്തേൽ കേട്ടോ. ഇവിടെ ഇത്രയും ദൂരം കിട്ടുമോ? അത് കിട്ടൂലേ? അവിടെ നിന്ന് വരില്ല, പിന്നെ ഇങ്ങോട്ട് കയറാതെയോ? മറിച്ചത് ഇവിടുന്ന ഈ സൈഡിൽ നിന്നാ. ഈ സൈഡിൽ നിന്നാ. ഈ സൈഡിലേക്ക് വരില്ല. ഈ സൈഡിലേക്ക് വരില്ല. പിന്നെ അല്ല അടിക്കുമോന്ന്? പിന്നെ അടിക്കും. നമുക്ക് അവിടെ ആ വഴിയിലൂടെ റോഡിലൂടെ പോണത് കിട്ടുന്നില്ല. നമുക്ക് ആ മറ്റേ ഓ ഇവിടേക്കാ. വാ വീട്ടിലൊന്ന് കയറിയിട്ട് വരുമ്പോ ഞങ്ങൾ വീണ്ടും എത്തി. വീണ്ടും വന്നോണ്ടിരിക്കുക. അതെ, ഓർമ്മ ചെറുതായിട്ടൊന്ന് കിടക്കുമായിരുന്നു അല്ലേ? നെയ്യപ്പം. അതെ, ചേട്ടന് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒന്നവിടെ ഞങ്ങളെ അത് പിടിപ്പിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഡിവൈസ് പിടിപ്പിക്കാൻ പോകും കേട്ടോ. സമയം കളയുന്നില്ല. നമ്മളിപ്പോൾ തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞു. 3:30 ഇനിയിപ്പോൾ നമുക്ക് മുകളിലും കൂടെ പോകണം. പോകുന്ന വഴിയൊക്കെ പ്രശ്നമുള്ള ഏരിയകളാണ്. കഴിയുന്ന റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് പിടിപ്പിച്ചിട്ട് പോകുക എന്നുള്ളൊരു പരിപാടി കേട്ടോ. സ്ഥിരം ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം അതാ. സ്ഥിരം ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമേ ഇതാണ്. തങ്കഞ്ചാൻ്റെ അടുത്തായതുകൊണ്ടേ ക്യാമറ അവിടെ വെക്കാം. എവിടെയാണ് നീ വെക്കാൻ ഉദ്ദേശിക്കുന്നത്?
ഇങ്ങോട്ട് എങ്ങോട്ടാ ഡയറക്ഷൻ? ഏത് അവിടെ നിന്നും വരാം. ഇവിടെ എന്തായാലും സ്റ്റെപ്പ് കയറുമല്ലോ, അതാണ് പ്രതീക്ഷ. ഇല്ലാന്ന് അതാ അവിടെ മതിലൊക്കെ പൊളിച്ചോണ്ടേ. ആ തങ്ങച്ചാൻ്റെ മതിലൊക്കെ പൊളിച്ച് കഴിഞ്ഞ വീഡിയോയിലുണ്ട്, നീ ഒന്ന് കണ്ടു വെക്ക്. എന്നെ പറ്റിക്കുകയാണെന്ന് വിചാരിച്ചല്ലേ. ഇതിൽ സ്വിച്ച് എവിടെയാണോ? ഉണക്കല്ലേ കുറച്ച് വണ്ടിയിൽ നിന്ന് ഓണായിട്ടേ ചെറിയ പോയി. ഇതാണല്ലോ ഓഫാക്കിയിടാന്ന് പറഞ്ഞത്. പുള്ളി ഓഫാക്കി ഇട്ടു. അന്ന് ആനയെ വന്നു. പിറ്റേ ദിവസം ഓണാക്കി, പിറ്റേ ദിവസം അടിച്ചു കേട്ടോ ആനയ്ക്ക്. അടിച്ചടിച്ചു ഓടിച്ചു. ആന ഓടി. നല്ല സന്തോഷത്തിലാണ് വിളിച്ചത്. ആന വന്നു ഓടിച്ചു. കേട്ടോ കേട്ടോ അല്ല കെട്ടുകമ്പിലല്ലേ? ആ കെട്ടുകമ്പിയുണ്ട്. ഞാൻ അവിടെ കെട്ടിയപ്പോഴേ ആ എളുപ്പം പണി കഴിഞ്ഞു. വേണമെങ്കിൽ സപ്പോർട്ടിന് പറഞ്ഞങ്ങ് ലാസ്റ്റ് കെട്ടിയാൽ മതി. ഒരു കേബിൾ ടൈയേ എങ്ങാനും തുരുമ്പ് പിടിച്ച് പോയാലും. കേറുന്ന വീഡിയോ എടുത്തേക്കല്ലേ, ഇറങ്ങുന്ന എടുക്കട്ടെ. യെസ് ചെരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. ഒന്നും കൂടി ചേട്ടൻ താഴ്ത്തിക്കായിരുന്നോ? രണ്ട് ചുറ്റി ഇട്ടിക്കണം. രണ്ട് ചുറ്റിട്ട് അത്തല നിൽക്കൂല. ചേട്ടാ ഒന്നും കൂടി വലിച്ചിട്ട് മരം കൂടി അല്ലല്ല ഇവിടെ ഇവിടെ ഒന്നര കെട്ടല്ലേ? ആ അത് ലാസ്റ്റ് കെട്ടാം. ഒരെണ്ണം കെട്ടിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ അവിടെ ഇരിക്കും സാധനം. ഇനി മരോ ഡിവൈസും കൂടി കൂട്ടിട്ടോ. ആ അങ്ങനെ നമുക്ക് നിർത്തി ഫോട്ടോഷൂട്ടിൽ വരില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പ്ലാസ്റ്റിക് ഇത് ഉപയോഗിച്ച് കെട്ടുന്നതുകൊണ്ട് നമ്മൾ കേബിൾ ടൈ ആക്കി. പിന്നീട് ഇപ്പം നമ്മൾ നൂൽക്കമ്പി ഇട്ട് കെട്ടി കേട്ടോ. അതാകുമ്പോൾ നല്ല ടൈറ്റിൽ ഇരുന്നോളും. കാരണം വെക്കുന്ന സ്ഥലങ്ങളൊക്കെ മിക്കവാറും മരങ്ങളൊക്കെ അതിന് നമുക്ക് കേബിൾ ടൈ ഒക്കെ ഇട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അത്രയും കേബിൾ ടൈയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. മാത്രമല്ല അത് ചില സമയത്ത് ലോക്കായി കിട്ടുമില്ല. അതുകൊണ്ട് താഴെയുള്ളവർക്ക് കേട്ടാൻ പറ്റും. അത് താഴെ വീടുണ്ടോ? സന്തോഷം. അങ്ങനെ നമ്മളത് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ നമ്മളിനി മുകളിലാണ് വെക്കാൻ പോകുന്നത്. നമ്മളേതായാലും രണ്ടാമത്തെ ഡിവൈസ് സെറ്റ് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോകാം കേട്ടോ. ആദ്യത്തെ നമ്മളിവിടെ വീടിൻ്റെ ഇങ്ങോട്ട് കയറുന്ന ഈ വഴിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ വീട് നമുക്ക് ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് മാത്രമല്ല 2 പേരുടെയും വീട്. കാരണം ആനയോ മറ്റു മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാതാണ്ടോ. അവിടെയാണ് തെങ്ങ് മറിച്ചത്. നമ്മളിവിടെയാണ് സംഗതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 10 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അവിടെ വന്നാൽ ഇത് അടിക്കേണ്ടതാണ്. അടിക്കുമോ എന്തായാലും. ഏതായാലും ഇനി അഥവാ താഴെ ഭാഗത്തുനിന്ന് വന്നാലും നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാ ഭാഗവും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമുക്കിത് സ്പോൺസർ ചെയ്തത്. ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, സൗദി അറേബ്യക്കാരനാണ്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഒന്നും തിരിച്ച് ചോദിക്കാതെ ചേട്ടൻ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവരുടെ ബുദ്ധിമുട്ട് ആ ചേട്ടന് മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. എന്താ ചേട്ടാ എന്താ പറഞ്ഞേ? തങ്കന്റെ ആ പിന്നെ ഇത് ഓണാക്കിയ പോലെ ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓണാക്കി വെച്ചേ ഇപ്പം കേട്ടെ. അതെ അല്ല, വേറെ ആരെങ്കിലും വന്ന് ഓഫാക്കി വെച്ച് പോവാ? അങ്ങനെ ഓഫാക്കൊന്നുമില്ല. ആരാ അങ്ങനെ ഓഫാക്കാനിരിക്കുന്നു? അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മളത് ഓഫാക്കുന്നോ? ഓഫാക്കിയിട്ട് അവർക്ക് എന്താ ഗുണം? അല്ല, ഈ കയ്യത്തിന്റെ അടുത്ത് വന്നാലും രാത്രിയല്ലേ വരുള്ളൂ. പകല് വന്ന് ഓഫാക്കിയല്ലോ. രാത്രി വന്നാൽ അത് അടിക്കുമല്ലോ. അങ്ങനെയൊന്നും ഓഫാക്കൊന്നുമില്ല. ഓഫാക്കാനുള്ള സംവിധാനം വെച്ചിട്ടില്ല. ഞങ്ങൾ മേടിച്ചോണ്ട് വന്നത് ഞങ്ങൾക്ക് തന്നെ എടുത്തു തരുവാണ്. നമ്മൾ ഇന്ന് മുകളിലേക്ക് പോകാനായിട്ട് നമ്മൾ ഗുണ്ട് വീണ്ടും കരുതിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ സാധനമാണ്, വലിയ ഗുണ്ടാണ്. അപ്പോൾ നമ്മളത് കവറിലാക്കി എടുത്തേക്കാണ്. വണ്ടിക്കകത്തിരുന്ന് ചൂടാതിരിക്കാൻ നമ്മൾ കവറൊക്കെ ഇട്ട് ടൈറ്റാക്കി കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഏതായാലും ഇതും കൊണ്ടാട്ടോ നമ്മളിന്ന് പോകുന്നത്. ആന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കേണ്ടി വരും. ഏതായാലും നമ്മൾ അടുത്ത ഡിവൈസ് പിടിപ്പിക്കാനായിട്ട് പോകാം കേട്ടോ. ചായയൊക്കെ കുടിച്ച്. എന്താ അത് കശുവണ്ടി മുളച്ച് വന്നേക്കണേ? അതാണ് എനിക്ക് നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. നമുക്ക് കാണാം, പക്ഷേ അതും തിന്നാൻ നല്ല രസമാണത്. പച്ചക്ക് തന്നെ നല്ല ടേസ്റ്റ് അത്. കശുവണ്ടി നിലത്ത് കിടന്ന് പറക്കാതെ വരുമ്പോൾ
മുളയ്ക്കുന്ന ആ കശുവണ്ടിയുടെ സീഡിൽ നിന്ന് മുളച്ച് വരുന്ന കേട്ടോ. അങ്ങനെ കൈ കണക്കല്ലേ. ആ പിന്നെ അതിന് വേറെ ടേസ്റ്റാണ്. ഇതിന് കൊളസ്ട്രോൾ ഇല്ല. ഇത് വേറെ സാധനം. ഈ ശരീരത്തിൽ എന്ത് കൊളസ്ട്രോൾ? നിനക്ക് കൊളസ്ട്രോൾ കയറുന്നല്ല. ഈ അല്ല സാധാരണ അങ്ങനെയാണല്ലോ കൊളസ്ട്രോൾ ആണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്താ അത് ഞാൻ ആലോചിക്കാതില്ല. ഇത് കറക്റ്റ് ഇല്ലടാ ഇച്ചിരി താഴേക്ക് വെക്ക്. അതാ ഏടാ ഞാൻ ഇനി മനസ്സിൽ കാണുന്നത് എന്നാന്നറിയോ, ഇപ്പൊ 2 പ്രാവശ്യം അടിച്ചത് ഇവിടെ വന്നപ്പോഴാണ്. ഇവിടുന്ന് ഇനി വരാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇല്ല, കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു പോയി. ഇവിടെ എത്തിയിട്ട് അടിച്ചോളടാ. ഇല്ലടാ അടിക്കലടാ. കാൽപ്പാട് ഉണ്ടോ നീ നിലത്ത് നോക്ക്. വലിയ ആനയല്ലേ? വലിയ ആന അത്യാവശ്യം എടുപ്പുണ്ട്. അതെ ഹലോ. അടുത്ത ഡിവൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു പ്രദേശത്തേക്ക് വെക്കാനായിട്ടുള്ള പരിപാടി കേട്ടോ. കാരണം ആന ഇറങ്ങി വരുന്നൊരു പ്രദേശമുണ്ട്, അവിടെ വെക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് ആനയെ നമ്മൾ ഈ ഒരു പറമ്പിലേക്ക് ഇനി അടുപ്പിക്കുകയില്ല. കാരണം നമുക്ക് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ്. ഇത് പുതിയതാട്ടോ ആടോ. ചേട്ടാ ഇത് പുതിയതാ ഉറപ്പ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു. വീഡിയോയിലുണ്ടല്ലോ. ഞാൻ ഇന്ന് ആ വീഡിയോ ഇട്ടാ. എനിക്ക് കറക്റ്റ് അറിയാത്. ഈ മണ്ണ് കിടക്കുന്ന നോക്ക്. ആ ഏത് മിനിഞ്ഞാന്ന് വന്നില്ലേ? ആ അതായത് അല്ല, അത് കഴിഞ്ഞിട്ട് വന്നു. മണ്ണ് ഇത്ര മഴ പെയ്തിട്ടുണ്ടല്ലോ. ഈ നോക്കിയാ നല്ല ഫ്രഷാണ്. ഇന്ന് വന്നിട്ടുണ്ട്. പുതിയതാ. ഇതല്ല ഇവിടെ അന്ന് ഇവിടെ കാൽപ്പാടില്ലെന്ന്. ആ ഇത് പുതിയ മണ്ണാണ്. അപ്പോൾ ഇത് പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ ആന. എടാ അപ്പം അത് അവിടെ വെക്കണം ഇവിടെ വെക്കണം, എന്താ നിൻ്റെ അഭിപ്രായം? മോള് ഡിവൈസ് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. പറഞ്ഞിപ്പോൾ ആ വഴിക്ക് കിട്ടൂല, വൈ ജംഗ്ഷനിൽ. പറഞ്ഞ് ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെ അടിക്കും, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവിടുന്ന് അടിക്കും അല്ലേ? ഒരിക്കലും കിട്ടും. ഡിവൈസ് ക്യാമറ അപ്പുറം കൊണ്ടുവയ്ക്കാം. ആ ഡിവൈസിൻ്റെ കാര്യം പറ. ഡിവൈസ് ഇവിടെ തന്നെ വെക്കാം. മുകളിൽ ചേട്ടൻ കയറ്റി. ഇത് പുതിയ കേട്ടോ ഉറപ്പ്. ഇതൊക്കെ പുതിയതാ. അല്ല ഇതല്ല. അല്ല ആന അങ്ങോട്ട് ഇറങ്ങിക്കണേ കണ്ടാ, അങ്ങടാ പോയിക്കണേ കണ്ടാ. ആ എന്നാൽ ഇതിലെ അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സാധനം ഉണ്ട് ചേട്ടാ എന്നാൽ വന്നിട്ട്. അപ്പോൾ ആന അതിലെ ഇങ്ങനെ കയറി വന്നാൽ അന്ന് കയറി കേട്ടോ. അതാ അന്ന് നമുക്ക് ഇങ്ങോട്ട് കാൽപ്പാട് കിട്ടാണ്ട് പോയെ. അല്ല ഇവിടെ എവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന അവിടെയാ? അല്ല ഇതല്ലേ നല്ലത്. ഇവിടെ വെക്കാനാ? ഇതല്ലേ വരുന്ന വഴി. ഇവിടുന്നല്ലേ അന്ന് ഇറങ്ങിയേ. അതെ അത് താഴെ വന്ന് അടിക്കാൻ സാധനം ഉണ്ടല്ലോ. അവിടെ താഴെ ഒരെണ്ണമുണ്ടല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. ഇനി ഇത് താഴെ നിന്ന് കയറി വരുമോ? ഇത് എവിടെ ഇല്ലേ? ആ എന്നാൽ ഓക്കെ, ഇന്നത്തെ വെക്കാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം, സാഹചര്യം നോക്കിയിട്ട്. ആന പുതിയ റൂട്ട് പിടിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ആന വന്നത് നമ്മൾ കണ്ടതാണ്. ആന ഇതിലെ ഒരു പ്രാവശ്യം വന്നു കണ്ടോ, ഇടിച്ചിറങ്ങി. നമ്മളിതൊക്കെ ഓരോ വീഡിയോയിൽ കാണിച്ചാണ്. അന്ന് ഒരു പ്രാവശ്യം ആന വന്നത് ആ താഴേക്കൂടെയാണ്. അപ്പോൾ നമ്മൾ ഏത് വഴി കൂടെ വന്നാലും തടയാമെന്നുള്ളൊരു ലക്ഷ്യത്തോട് ഓർമ്മ ഇവിടെ വെച്ചാൽ ഈ ഒരു ഏരിയ കിട്ടും. ഇവിടുന്ന് വന്നാൽ പക്ഷേ ഇവിടെ വെച്ചാൽ ഇത്ര ഏരിയ കിട്ടുള്ളൂ അല്ലേ? ഇവിടുന്ന് വന്നാലും ഇവിടെ നിന്ന് കിട്ടും അല്ലേ? ഇവിടെ കിട്ടും. അവിടെ ഓക്കെ കയറാൻ പറ്റില്ല. ഓക്കെ വടക്കേ പോകും. പുകലയൊക്കെ ആണെങ്കിൽ മൂക്കിപ്പൊടിയൊക്കെ ഇട്ടാൽ പോകുമെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ അതെവിടെ കിട്ടുമെന്ന് നേരത്തിന് അട്ട നീ അത്രയും നീട്ടി പിടിച്ച് ചീറ്റിയിട്ടാണ് നേരത്തെ പോകാതെ. അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെള്ളം ചാടണം അതിൻ്റെ പുറത്ത്. അങ്ങനെ രണ്ടാമത്തെ സിസ്റ്റം നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഴ്ച. അതെ ഡ്രോണ് പോകുന്ന പോലെ കണ്ടോ, എന്താ ക്ലാരിറ്റി നോക്കി. ഇതിൻ്റെ അകത്തൊന്നും കിട്ടൂല, അത് വേറെ കാര്യം.
കഴിഞ്ഞ ദിവസം ആന വീണ്ടും കഴിഞ്ഞ രാത്രി ഇതിലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാട് കണ്ടപ്പോൾ ഇത്രയും മണ്ണ് ഇങ്ങനെ കിടക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാത്രി ഇതിലെ പിന്നെയും പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലെ പിന്നെ ഇറങ്ങി അതേ വഴിയെ ഇങ്ങനെ ഉണ്ടോ കാൽപ്പാടുകൾ അങ്ങനെ പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെയാണ് ഡിവൈസ് വെക്കുന്നത്. എല്ലാം കൂടെ കൂടി ഒരു ജംഗ്ഷനിലാണ് വെച്ചേക്കുന്നത്. വേണ്ട ഇന്നലെ രാത്രി ഇതിലെ കടന്നു പോയപ്പോൾ ഉരഞ്ഞ് പൊട്ടിയതാണ് ഇത്. അങ്ങോട്ടുള്ള ആ ഒരു മറയൊക്കെ ഇതാക്കുക കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഡിവൈസിന് സെൻസറിന് കിട്ടാൻ പാകത്തിന് ആ ഭാഗത്തുള്ളൊരു മറകളൊക്കെ ആന അതിൻ്റെ ചൂട്ടിൽ കൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്. ചില സമയത്ത് ഇതിലേയും വരും. നമ്മൾ 2 അലാം സിസ്റ്റം കൂടെ വെച്ചു. അപ്പം മൊത്തം നമ്മൾ 3 എണ്ണമായി. ഇനിയുള്ള നമ്മുടെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സൈഡുള്ളൂ. പക്ഷേ ഈ സൈഡ് വരാൻ തീരെ ചാൻസ് ഇല്ലാത്തൊരു ഏരിയ ആണ്. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ആനയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗമേ ഉള്ളൂ ഇതിലെ വരികയെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ബാക്കി ഇതിൻ്റെ മുകളിലുള്ള ആ ഭാഗത്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം വേണ്ടത് പടക്കാം. സമയം 5:30 ആയിട്ടോ. പൊട്ടടാ കിട്ടി കിട്ടി. അതാ ആനച്ചൂര് അല്ലല്ല ആനച്ചൂര് ഇപ്പടിച്ച് നന്നായിട്ട് ഇപ്പം കാറ്റ് വന്നപ്പോൾ താഴെണ. ഹലോ ഒരു മണം എനിക്ക് ഒന്ന് നീ പറഞ്ഞ പോലെ ആന ഇന്നലെ രാത്രി വന്നിട്ട് ആനപ്പിണ്ടത്തിൻ്റെ മണമാണെന്ന് അറിയത്തില്ല. എന്തായാലും കാറ്റടിച്ചപ്പോൾ വന്നു. ശരിക്കും മണം ഉണ്ടായിരുന്നു. ഈ ഒരു ഡേഞ്ചർ സ്ഥലമാണ്. ഇതുണ്ട് ഇന്നലത്തെ അതാ ഞാൻ പറയാം മണം വരുന്നുണ്ടെന്ന്. ആ പട്ടി ഉണ്ടല്ലോ, ഒരു പട്ടിയുണ്ട്. അതിനെ ഒറ്റയ്ക്ക് കെട്ടിയിട്ട് അവർ താഴേക്ക് പോയിക്കോട്ടെ. പട്ടീനെ കാവലിന് നിർത്തിയേക്കുന്നതായിരിക്കടാ. എടാ പട്ടീനെ താഴെ കെട്ടിയേക്കോ. അല്ല കുറച്ച് അഴിച്ചു വിട്ട് കുറച്ച് നീളമുള്ള കയറെങ്കിലും വിളിച്ച് വിടുകയാണെങ്കിലേ അതെന്തിനാ വല്ല എന്തെങ്കിലും വന്നിട്ട് ആ പട്ടീനെ പിടിക്കില്ലല്ലോ. നീളമുള്ള കയറ് കെട്ടിയാൽ പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള ഗ്യാപ്പെങ്കിലും കിട്ടുമല്ലോ. അല്ലെങ്കിൽ വീടിനകത്തെങ്കിലും ഉമ്മർത്തെങ്കിലും കയറ്റി കിട്ടുക. വീടിന് കാവലായിട്ട് നിർത്തിയേക്കുന്നതായിരിക്കും. ആ വീട്ടുകാർ പോയിട്ട് ആ പട്ടീനെ മാത്രം ഇവിടെ ബലിയാടാക്കി നിർത്താൻ. അതും ജീവനല്ലേ. അതെ ജീവനാണ്, ജീവൻ്റെ ജീവനാണ്. ആന വന്നാൽ കോമഡി ഔട്ടാ. ആനക്ക് നല്ല സുഖം, അധികം ഓടണ്ട, പണിയെടുക്കാത്ത പരിപാടി ആയില്ല. നീ ആ സഞ്ചിയും വിട്ട് പിടിച്ചോണ്ട് തൂങ്ങിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഓടിയ. ഇതല്ല ഇത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ വന്ന എന്നോട് പറഞ്ഞു. നാളെ നമ്മൾ വന്നപ്പോൾ ഇറങ്ങി. അല്ലല്ല അവിടെ കണ്ട മണ്ണ് ഇടിച്ചേക്കണ കാണാം. യെസ് ഇവിടെയാടാ ഇടിച്ച് കളഞ്ഞ് അപ്പുറം നോക്കും. റോഡിലോട്ട് കാണാം മണ്ണ്. ഞാൻ ടാങ്കും കൊണ്ട് വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അവർക്ക് ടാങ്ക് ഒരെണ്ണം പാസ്സായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പടക്കം പൊടിച്ചിട്ടാണ് ഇത്. ആ അടിപൊളി. ഇല്ല അപ്പുറത്തുണ്ട് വേറെ കണ്ടോ. റോഡിലോട്ട് മണ്ണ് കിടക്കുന്ന കാണാം. റോഡിൻ്റെ ഇവിടെ വരെ ഉണ്ട് മണ്ണ്. ഉണ്ടോ റോഡിലേക്ക് മണ്ണ് കിടക്കുന്നുണ്ടോ നീ? കല്ലൊക്കെ ഉണ്ടിട്ടാ. കണ്ടോ ആന കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഇത് ഇറങ്ങിയതാടാ, ഇടിച്ചിറങ്ങിയതാ. പൊന്നെ അല്ലേ വലിയ പറ്റിയാൽ പോകൂലേ. എത്ര ഇതിലേയും കയറി ഇതിലെ കയറിയാന്ന് തോന്നുന്നു അല്ലേ. അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇതാണ് മുകളിൽ ഇടിച്ച്, മുകളിലത്തെ കണ്ട ഒരു സെറ്റ് എല്ലാം കൈകാര്യം അടിച്ചു. ഒരു വഴി അതെ ഇതേ എങ്ങോട്ടോക്കി ഇതേ ഈ തെങ്ങ് പിടിച്ചേക്കുന്ന ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാ. ഇതിനൊക്കെ റേഡിയോ കോളർ എഴുതി വിടണോ? ഇതൊക്കെ അതിൻ്റെയാ. പുല്ല് ഇവിടെ അല്ല എന്നിട്ട് വാട്ടർ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്ത് വെള്ളം തിരിക്കാൻ പോകുന്ന സ്ഥലം അതിൻ്റെ മുകളിൽ മരം വെട്ടാൻ പൈപ്പ് പൊട്ടിച്ച് പോയിട്ട് ഇട്ട് പോയിക്കായിരുന്നു.
ആന അന്ന് ഇവിടെ എവിടെ വന്നപ്പോഴാണ് അത്ര തിരിഞ്ഞത്. ആദ്യത്തെ ദിവസം അവർ ഓഫാക്കി വെച്ചെന്നേ. പിറ്റേ ദിവസം രാവിലെ ആന വന്നെന്ന് പറഞ്ഞ് വിളിച്ചു. ഓഫാക്കി വെച്ചവർ ഓഫാക്കി വെച്ചു. പക്ഷെ പിറ്റേ ദിവസം ഇന്നലെ മിഞ്ഞാന്ന് എങ്ങനെ വന്ന് അടിച്ചല്ലോ. ഞാനാ ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വീടിൻ്റെ ഓടൊക്കെ കാണാതെ അതൊക്കെ ആൾക്കാർ ഒഴിവായി പോയത്. ഇതിൽ അങ്ങോട്ടൊക്കെ വീടുകളുണ്ടായിരുന്നു, പക്ഷേ ആരുമില്ല. ഇനിയിപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ, ലാസ്റ്റ് വീടാട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കൂടെ കണ്ടതാണ്. എടാ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണ്ട, കയ്യോടെ ഇത് എവിടെ വെക്കുന്നതെന്ന്. ചേട്ടാ ഇത് എവിടെ വെക്കണ്ടേ? അവിടെ വെക്കണ്ടേ? ഹോസ്റ്റലോ എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞു. ടാങ്ക് നിറഞ്ഞല്ല. ടാങ്ക് ഇവിടെ വെച്ചാൽ മതി കേട്ടോ കൃഷി. അവിടെ ഇവിടേക്ക് വെച്ചാൽ മതി. ഇവിടെയല്ലേ സ്ഥലമുള്ളൂ, അവിടെ വെച്ചാൽ മതി. ഇവിടെ വെക്കാം അല്ലേ? അവിടെ നല്ലത്. ടാങ്കേ ഇതിൽ വെച്ച് കഴിഞ്ഞാലേ ടാങ്ക് ഇവിടെ വെക്കുന്നതാണോ? ഇവിടെ വെച്ചാൽ മതി. എത്ര ടാങ്കോ? 2000 ലിറ്റർ ഉണ്ടല്ലോ അല്ലേ? ഇടിയൊന്നുമില്ല, പറയാൻ പറ്റില്ല. 2000 ലിറ്റർ വെയിറ്റ് ഇല്ലേ? 2000 കിലോന്റെ ഉള്ളൂ. മിറ്റത്താകുമ്പോൾ ഹെഡ് കിട്ടില്ല. മിറ്റത്താകുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് ഫോഴ്സ് കിട്ടൂല, നിങ്ങൾക്ക് പൈപ്പ് പിടിപ്പിച്ച് തരും. ഹെഡ് കിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഹെഡും കിട്ടും, കറക്റ്റ് ആയിരിക്കും. ഇടിയൊന്നുമില്ല. അല്ല നീ ഒരു മിനിറ്റ്. ചേട്ടൻ എന്താ ചേട്ടാ പിന്നെ ഞാൻ വരുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാ, മറ്റേ കിണർ കുഴിക്കാനാണെങ്കിൽ എവിടെയാണ് കുഴിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല സൗകര്യം ഉണ്ടോ ഇവിടെ? കിണർ കുഴിക്കാൻ ഇവിടെ വെള്ളം എല്ലാം ഇപ്പം നമ്മൾ വെള്ളം എടുക്കുന്നതിന് താഴെ നിരന്ന് പാറ അവിടെ കുഴിച്ചാൽ കിട്ടുമോ? അവിടെ കിട്ടും. 90% കിട്ടും, 100% കിട്ടും. വെള്ളം കുഴിച്ചാൽ കിട്ടും, കിണർ കുഴിച്ചാൽ കിട്ടും. പാറക്കടി വെള്ളമടി വരുന്ന കുറവേ അല്ല ഇത് ഇടിഞ്ഞ് വരുന്നു. അങ്ങനെ കുഴിക്കാനുള്ള പണിക്കാരെ കിട്ടാനുണ്ടോ? പണിക്കാരെ അന്വേഷിച്ചാൽ കിട്ടുമോ? ഈ ഏരിയയിലൊന്നും ആരുമില്ല. ഒരാളിങ്ങനെ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് കിണർ കുഴിച്ച് തരാൻ തയ്യാറുള്ള ഒരാളുണ്ട്. അപ്പോൾ കിണർ അല്ല നമുക്ക് സാധനം കണ്ടിട്ട് ഈ ചെരുവിനും വെള്ളമുണ്ടോ ഒന്നും സംശയമുണ്ട്. അവിടെ ആയിരിക്കും എളുപ്പം, നിങ്ങൾക്ക് വെള്ളം ഇങ്ങോട്ട് വരുത്താൻ എളുപ്പം അതല്ലേ? നമ്മളിലാണെങ്കിൽ ചെരിവുണ്ടല്ലോ, നമ്മുടെ പറമ്പല്ല അത്. അങ്ങനെയാ? ആരുടെ പറമ്പാ? ചേട്ടൻ്റെ ഈ കിടന്ന് സമ്മതിക്കോ? അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആവശ്യം ഈ സാധനക്കാരനെ കൊണ്ട് കാണിച്ചാൽ അവിടെ നിന്ന് പിന്നെ അടിച്ച് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. മോട്ടർ വെക്കാം, അല്ല പിന്നെ കിണർ അത്ര ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് സാധനം കണ്ടിട്ട് നോക്കാം അല്ലേ? വെള്ളം ഒരാൾ നിങ്ങൾക്ക് കിണർ കുഴിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്ഥലം പറഞ്ഞു തരാം, അല്ലെങ്കിൽ എന്നെ തീരുമാനമാകുമ്പോൾ ഞാൻ പറയാം കാര്യം. ഇപ്പോൾ കിണർ വെള്ളം കുടിച്ചാൽ കിട്ടുമെന്നല്ലേ? കിട്ടുന്ന എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ഈ തോട ഇത് ചാലങ്ങ് താഴെ വരെ വെള്ളം മഴയൊക്കെ ഉണ്ട് അല്ലേ? വേനൽക്കാലത്തും കിട്ടുമോ? വേനൽക്കാലത്തല്ലേ കിട്ടുന്നുണ്ടത്. അതെ, വേനൽക്കാലത്ത് കിട്ടുമെന്ന് അതറിയണ്ടേ? നോക്കാം ആരും സാധനക്കാരനെ കൊണ്ടുവരും. അതെ അതെ. പണിയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മഴ ഇച്ചിരി കുറഞ്ഞിട്ട് ചെയ്താൽ മതി. വേനൽക്ക് ചെയ്താൽ നോക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് എവിടെയാണ് വെക്കാൻ നല്ലത്? എടാ ഈ ഇത്തലാക്കിയാലോ, ഈ തേക്കയിലാക്കിയാലോ? അതായത് ആന 2 സൈഡിൽ നിന്നാണ് വരാനായിട്ട് നമുക്ക് സാധ്യതയുള്ളത്. ഒന്ന് ഈ സൈഡിൽ നിന്ന്, ഈ റോട്ടിൽ കൂടെ തന്നെ ആന വരുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ഈ സൈഡിൽ നിന്ന് വരുന്നത് ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് പിടിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നാലും നമ്മൾ അപ്പുറം ഏതെങ്കിലും ഒരു മരത്തേൽ വെക്കാനായിട്ടാണ് നോക്കുന്നത്. നോക്കാം എവിടെയാണ് വെക്കുന്നതെന്നുള്ളത്. ഏതായാലും അവർക്കൊരു വാട്ടർ ടാങ്ക്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ കാര്യം, അവർക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാളല്ല 2-3 പേര് നമുക്ക് വാട്ടർ ടാങ്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വരുന്ന എപ്പിസോഡിൽ പറയാം. അപ്പോൾ ആ വാട്ടർ ടാങ്ക് ഈ ഒരു ഏരിയയിൽ വെക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. കോവയ്ക്ക പറിച്ചോ. അധികം അങ്ങോട്ട് ചവിട്ടണ്ട, സൈഡ്. അതായാലും നല്ലത്. എടാ വലിയ കമ്പേ പിടിക്കടാ, എടാ വലിയ കമ്പേ പിടി. പെട്ടെന്ന് ഓടിയല്ല, മാവ് പറയാൻ പറ്റിയല്ല. വരെ ഉള്ളതാണ്. പക്ഷേ ഉണക്ക കമ്പാണെന്ന് നോക്കണേ. ഇതെന്നാ ചേച്ചി? ഇതെന്നാ? മാങ്ങ പറിക്കാനാ ചേച്ചി? ഞങ്ങൾക്ക് മാങ്ങ. അയ്യോ, മാങ്ങ കോട വരുന്നുണ്ടോ? കോട കോട കേട്ടോ. ചേച്ചി നമുക്ക് മാങ്ങ പറിച്ച് തരാൻ വേണ്ടി കമ്പെടുത്തോണ്ട് വന്നാണ്. വിഷോ ഇവിടെ ഇത് പിടിപ്പിക്കുന്നുണ്ട്.
ചേട്ടാ ആ അപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്തായാലും വീണ്ടും അങ്ങോട്ട് വരികയല്ല കേട്ടോ. ചേച്ചി നിങ്ങൾ നടന്നു പോയിക്കോ, ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. വിട്ടോ വിട്ടോ വിട്ടോ, അതൊക്കെ അങ്ങ് നടന്നു കേട്ടോ. അന്നേരം അവർ പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. വിട്ടോ, പോയിക്കോ പോയിക്കോ പോയിക്കോ. അതൊക്കെ എടുത്തു, എല്ലാം എടുത്തു, എല്ലാം എടുത്തു. എല്ലാം എടുത്തു, എല്ലാം എടുത്തു. വെട്ടി കൊടുത്തില്ലേ? ഇങ്ങനെ ഏണി ഇതാക്കുന്നില്ല. വിട്ടോ വിട്ടോ വിട്ടോ. അടിക്കും, അതടിക്കും, നോക്കണ്ട. എൻ്റെ രണ്ട് സൈഡിൽ അടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്ന് ആ 3 ഡിവൈസ് നമ്മൾ സെറ്റ് ചെയ്തു. 2 മത്തഞ്ചാൻ്റെ വീട്ടിലും 1 നമ്മുടെ തങ്ങഞ്ചാൻ്റെ വീട്ടിലും ആ പ്രദേശം വെച്ചു. അതടിക്കുന്ന കാര്യങ്ങളും രാത്രിയിലെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഏതായാലും ക്യാമറയും വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ വിഷ്വൽ കിട്ടുവാണെങ്കിൽ നമുക്കത് കാണാവുന്നതാണ്. ഏതായാലും ഇതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ കേട്ടോ. ഇതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു സേഫ് ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണിത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് സ്പോൺസർ ചെയ്ത് ഈ 3 ഡിവൈസ് നമുക്ക് സ്പോൺസർ ചെയ്ത് ബിനോജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടൻ സൗദിയിൽ സെറ്റിൽഡായിട്ടുള്ള ചേട്ടനാണ്. അദ്ദേഹം ഞാൻ ഈ ഒരു കാര്യങ്ങളിങ്ങനെ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു വിഷയം ചേട്ടനോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ചേട്ടൻ അതിന് യെസ് പറയുമായിരുന്നു. നിനക്ക് ആവശ്യമുള്ള സാധനം നീ പിടിപ്പിച്ചോ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ചേട്ടന് ഒരു താങ്ക്സ് പറയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം പിടിപ്പിക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മളെ കൂടെ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയാലോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതായാലും വളരെ സന്തോഷം അത് പിടിപ്പിച്ചുകൊണ്ട്. ഇനി കുറച്ചെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് മാറുമെന്ന് വിചാരിക്കാം. ഏതായാലും ഇനി നമ്മളിങ്ങോട്ട് കയറുന്ന ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ച ഡോറും ജനലൊക്കെ പിടിപ്പിക്കുന്ന ആ സമയത്തായിരിക്കും കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു. അതിന് നേരെ അടിക്കണ, അതിൻ്റെ നേരെ അടിക്കണ. നീ അപ്പുറത്തോട്ട് തന്നെ അടിക്ക്. അപ്പുറത്ത് എന്തായാലും കിടക്കുന്നു.